ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ ഭക്തിമാർഗങ്ങളിൽ ഒന്നാണ് ഈശോയുടെ തിരുഹൃദയ വണക്കം. ദൈവസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അനന്തമായ ഉറവിടമായാണ് കത്തോലിക്ക സഭ ഈശോയുടെ തിരുഹൃദയത്തെ കാണുന്നത്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹവും ആ സ്നേഹത്തിന് പകരമായി മനുഷ്യൻ നൽകുന്ന നന്ദികേടിനുള്ള പരിഹാരവുമാണ് ഈ ഭക്തിയുടെ അടിസ്ഥാനം. തിരുഹൃദയ വണക്കത്തിന്റെ ചരിത്രവും ഉത്ഭവവും സഭയുടെ ആരംഭകാലം മുതൽ തന്നെ ഈശോയുടെ തിരുമുറിവുകളോടും കുരിശിലെ സഹനങ്ങളോടും വിശ്വാസികൾക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. കുരിശിൽ കിടക്കുമ്പോൾ പടയാളിയുടെ കുന്തത്താൽ പിളർക്കപ്പെട്ട ഈശോയുടെ വിലാപ്പുറത്തു നിന്നാണ് തിരുഹൃദയ ഭക്തിയുടെ ആദ്യ കിരണങ്ങൾ ഉത്ഭവിക്കുന്നത്. എങ്കിലും ഇന്നത്തെ രീതിയിൽ ഈ ഭക്തി ലോകമെങ്ങും വ്യാപിക്കാൻ കാരണമായത് ഫ്രാൻസിലെ പാരയിലെ മോണിയൽ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്, സെയിന്റ് മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന സന്യാസിനിയിലൂടെയാണ്. വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്ന മാർഗരറ്റ് മേരിക്ക് 1673 മുതൽ 1675 വരെയുള്ള കാലഘട്ടത്തിൽ ഈശോ പലതവണ ദർശനം നൽകി. ഈ ദർശനങ്ങളിലൂടെയാണ് തിരുഹൃദയ വണക്കത്തിന്റെ വ്യക്തമായ രൂപരേഖ ലോകത്തിന് ലഭിച്ചത്. ഒരിക്കൽ തന്റെ ഹൃദയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ അവളോട് പറഞ്ഞു, മനുഷ്യരെ ഇത്രയധികം സ്നേഹിച്ച, അവർക്കുവേണ്ടി സർവസ്വവും ത്യജിച്ച എന്റെ ഹൃദയമിതാ. എന്നാൽ പകരമായി ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് അവരുടെ അവഗണനയും നിസ്സംഗതയും പാപങ്ങളുമാണ്. തന്റെ സ്നേഹത്തിന് പകരമായി മനുഷ്യർ നൽകുന്ന ഈ നന്ദികേടിന് പരിഹാരം ചെയ്യാനാണ് ഈശോ അവളോട് ആവശ്യപ്പെട്ടത്. വിശുദ്ധ ക്ലോഡ് ഡെ ലാ കൊളംബിയർ എന്ന വൈദികന്റെ സഹായത്തോടെയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി ഈ സന്ദേശങ്ങൾ ലോകത്തെ അറിയിച്ചത്. തുടർന്ന് 1856 പിയൂസ് 9 മാർപ്പാപ്പയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക തിരുനാളായി പ്രഖ്യാപിച്ചത്. തിരുഹൃദയ വണക്കത്തിന്റെ വിവിധ പ്രകാരങ്ങൾ, രീതികൾ. ഈശോയുടെ തിരുഹൃദയ വണക്കം പ്രധാനമായും 5 രീതികളിലൂടെയാണ് സഭയിൽ ആചരിച്ചു വരുന്നത്. ആദ്യ വെള്ളിയാഴ്ച ആചരണം തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. തുടർച്ചയായ 9 മാസങ്ങളിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് പരിഹാരം ചെയ്യുന്നവർക്ക് അവരുടെ അന്ത്യസമയത്ത് കൂദാശകൾ സ്വീകരിക്കാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുമുള്ള കൃപ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ മണിക്കൂർ, ഹോളി അവർ, ഗെത്സമനി തോട്ടത്തിൽ ഈശോ അനുഭവിച്ച രക്തം വിയർത്തുള്ള പ്രാർത്ഥനയെ അനുസ്മരിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാത്രികളിൽ നടത്തുന്ന പ്രാർത്ഥനയാണിത്. ഈശോയുടെ ഏകാന്തതയിൽ അവിടത്തേക്ക് ആശ്വാസം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കുടുംബ സമർപ്പണം, എൻത്രോൺമെന്റ്. ഭവനങ്ങളെയും വ്യക്തികളെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന രീതി കുടുംബത്തിന്റെ നാഥനായി ഈശോയെ അംഗീകരിക്കുന്നതിന്റെ അടയാളമാണിത്. പരിഹാര പ്രാർത്ഥനകൾ. മനുഷ്യരുടെ പാപങ്ങൾക്കും അവഗണനകൾക്കും പകരമായി ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതിനുള്ള സ്തുതിപ്പുകളും പ്രാർത്ഥനകളും. തിരുഹൃദയ തിരുനാൾ, കോർപ്പസ് ക്രിസ്റ്റി. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞുവരുന്ന വെള്ളിയാഴ്ചയാണ് ആഗോള സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രത്യേകമായി ഇത് ആചരിക്കാനുള്ള കാരണം മനുഷ്യന്റെ പാപങ്ങൾ മൂലം ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾക്ക് സ്നേഹം കൊണ്ട് സാന്ത്വനം നൽകുക എന്നതാണ് ഈ ആചരണത്തിന്റെ അടിസ്ഥാന കാരണം. വെറും ഒരു ആചാരം എന്നതിലുപരി നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും അവിടുത്തെ പോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും കരുണ കാണിക്കാനുമുള്ള ഒരു ക്ഷണമാണിത്. ഈശോ തന്റെ തിരുഹൃദയത്തെ വണങ്ങുന്നവർക്കായി നൽകിയ 12 വാഗ്ദാനങ്ങൾ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. സമാധാനം, ആശ്വാസം, അനുഗ്രഹം, പാപികളുടെ മാനസാന്തരം തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ ഈ ഭക്തിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. കേരള കത്തോലിക്കരും തിരുഹൃദയ ഭക്തിയും. കേരളത്തിലെ കത്തോലിക്ക സഭയിൽ വളരെ വൈകാരികവും ആഴത്തിലുമുള്ള ഒന്നാണ് തിരുഹൃദയ ഭക്തി. പാരമ്പര്യമായി തലമുറകൾ കൈമാറി വന്ന ഒരു വിശ്വാസ തീക്ഷ്ണത ഇതിൽ കാണാം. കേരളത്തിൽ ഇതെങ്ങനെയാണ് ആചരിച്ചു പോരുന്നത് എന്ന് നോക്കാം. ജൂൺ മാസത്തിലെ വണക്കമാസം. ജൂൺ മാസം മുഴുവനും തിരുഹൃദയ വണക്കമാസമായിട്ടാണ് കേരളത്തിൽ ആചരിക്കുന്നത്. എല്ലാ ഇടവകകളിലും വൈകുന്നേരങ്ങളിൽ പ്രത്യേകമായി വണക്കമാസ പ്രാർത്ഥനയും തിരുഹൃദയ ലുത്തിനിയെയും ചൊല്ലുന്നു. ദേവാലയങ്ങളിൽ മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയുടെ ഒപ്പവും വണക്കമാസ പുസ്തകം വായിക്കുന്നത് കേരളത്തിലെ കത്തോലിക്ക ഭവനങ്ങളിലെ ഒരു പതിവാണ്. ഭവനങ്ങളിലെ തിരുഹൃദയ രൂപം. കേരളത്തിലെ ഒട്ടുമിക്ക കത്തോലിക്ക ഭവനങ്ങളിലും സ്വീകരണമുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ രൂപമോ ചിത്രമോ ആയിരിക്കും. സന്ധ്യാപ്രാർത്ഥന നടക്കുന്നത് ഈ രൂപത്തിനു മുന്നിൽ തിരിതെളിച്ചുകൊണ്ടാണ്. കുടുംബ പ്രതിഷ്ഠ. പുതിയ വീട് വെക്കുമ്പോഴോ അല്ലാതെയോ വൈദികനെ ക്ഷണിച്ചു വരുത്തി ഭവനങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന കർമ്മം വളരെ പ്രാധാന്യത്തോടെ മലയാളി കത്തോലിക്കർ ചെയ്തു വരുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തിന്റെ രാജാവായിരിക്കണമേ എന്ന പ്രാർത്ഥന അവരുടെ അധരങ്ങളിൽ എപ്പോഴുമുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിലെ തിരക്ക്. കേരളത്തിലെ പള്ളികളിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ വലിയ ജനത്തിരക്ക് കാണാം. കുമ്പസാരിക്കാനും കുർബാന കൊള്ളാനും തിരുഹൃദയ നൊവേനയിൽ പങ്കെടുക്കാനും വിശ്വാസികൾ പ്രത്യേകം സമയം കണ്ടെത്തുന്നു. പലരും അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കാറുമുണ്ട്. ഉപസംഹാരം ചുരുക്കത്തിൽ, തിരുഹൃദയ വണക്കം എന്നത് നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ആഘോഷമാണ്. കുരിശിൽ പിളർക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും ജലവുമാണ് സഭയ്ക്ക് ജീവൻ നൽകിയത്.
ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. നമ്മുടെ സങ്കടങ്ങളിലും തകർച്ചകളിലും പാപാവസ്ഥകളിലും നമ്മെ ചേർത്തു പിടിക്കുന്ന ഈശോയുടെ ഹൃദയത്തോടുള്ള നന്ദി പ്രകാശനമാണ് ഈ ഭക്തിയിലൂടെ നാം നിർവഹിക്കുന്നത്. ശാന്തശീലനും വിനീത ഹൃദയനുമായ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞതുപോലെ അവിടുത്തെ ഹൃദയത്തിന്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ഈ തിരുഹൃദയ വണക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.